ഹായ് അസ്സലാമലൈക്കും മുത്തുമണികളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ, എനിക്ക് സുഖം കേട്ടോ. അപ്പം ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഞാനും അറബിച്ചും കൂടി എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സൊക്കെ ഒതുക്കിയൊക്കെയായിരുന്നു. അപ്പം പിന്നെ അവരെ കുട്ടികളെ ചെറിയ ഡ്രസ്സുകളൊക്കെ മാറ്റി ഒക്കെ എല്ലാ ദിവസവും വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് മരുമക്കളും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ താഴത്ത് നിലത്തിരുന്നിട്ടാട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ സോഫൻ്റെ അവിടെ ഒരു സോഫ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് അറപ്പിച്ചിരിക്കണത്. താഴെ തന്നെ ഇരിക്കണത്. അതിൽ ഡോറ് തുറന്നിട്ടപ്പോൾ ഇവിടെ ഒരു പൂച്ച പ്രസവിച്ചിട്ട് 3 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ പൂച്ചക്കുട്ടികളും പിന്നെ ഒരു കുട്ടി ഉള്ളിൽ കയറിയിരിക്കണം, അതാരും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ അറപ്പിച്ചിൻ്റെ ബാക്കിൽ ഇങ്ങനെ, പക്ഷെ ഇപ്പോൾ എനിക്ക് മരണപ്പേടിയാണ് പൂച്ചനെ കേട്ടോ. അപ്പോൾ ബേക്കിലിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗർഭിണിയാണ് അറപ്പിച്ച്. അപ്പോൾ പിന്നെ അത് പറഞ്ഞാലും പ്രശ്നമാവും, പെട്ടെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാലും പ്രശ്നമാവും. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പൂച്ച വരെ മാന്തിയ തൊട്ട് എന്തെങ്കിലും ചെയ്താൽ അക്കര വലിയ പ്രശ്നമാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് പറയും, നേരെ തൊട്ട് ബേക്കിൽ എനിക്ക് ആട്ടാൻ കഴിയൂല, കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ എന്തായാലും കാണും. പെട്ടെന്ന് പോകുമ്പോൾ പിന്നെ അത് ഇനി പേടിച്ചണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി ഒന്നും ചെയ്യാതെ ഞാൻ മെല്ലെ മെല്ലെ, അതിൻ്റെ പേര് ആയിഷ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിലിങ്ങനെ വിളിച്ചിട്ടോ. അപ്പം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ ചിരിക്കണുണ്ട്. അപ്പം ഞാൻ പിന്നെയും ആയിഷ എന്ന് വിളിച്ചിട്ട് പിന്നെ ഇതുപോലെ കുറേ വട്ടം അങ്ങനെ കാട്ടി. ഞാൻ പേടിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തതൊക്കെ കേട്ടോ. അതിൽ പിന്നെ പറഞ്ഞു, പിന്നെയും എങ്ങനെ വിളിച്ചപ്പോൾ എന്താന്ന് രണ്ടാളും ചോദിക്കുന്നുണ്ട്, എന്താ റൈഹാന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ആയിഷ ക്യാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ബേക്കൊക്കെ നോക്കലും വെച്ചാൽ പൊന്നു മക്കളെ, രണ്ടും കൂടിയും കുട്ടികളൊക്കെ ഓടെ വിളിച്ചാൽ എന്തൊരർപ്പ്, കുഞ്ഞൊരു പൂച്ച കുട്ടിയാട്ടോ, എന്തൊരർപ്പ് വെച്ചിട്ട് ഞാനത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയും ഇതൊന്നും നൈസായി പറയാൻ വിചാരിച്ചപ്പോൾ അത് നടന്നില്ല. എന്താ വെച്ചിട്ടാ, എന്നിട്ട് പെരുവാർപ്പ്, 2 അറപ്പിച്ച് മരുമക്കളും പേരക്കുട്ടികളൊക്കെ പോടെ നിന്നിറക്കാം. പൂച്ചനെ എന്തായാലും ഞാൻ പുറത്ത്. അപ്പത്തിന് അപ്പുറത്തെ റൂമിൽ അറബിയൊക്കെ മണ്ടി വന്നു. ആകെ പ്രശ്നമായി ഗർഭിണിക്ക്, ആകെ പേടിച്ച് ആകെ തളർന്ന് കുഴങ്ങി അവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്തു. ഇങ്ങോട്ട് ലാസ്റ്റ് കുറേ നേരം ഇങ്ങനെ ഇരുന്നതായപ്പോൾ പിന്നെ അങ്ങനെ ശരിയായിട്ടോ. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അവർ. അതിനല്ല കേട്ടോ, ചെക്കപ്പിനോ ഇതാണ്. എന്നൊക്കെ പ്രശ്നമൊന്നുമില്ല. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ ഒരു അന്താളിപ്പുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പേടിച്ചിട്ടോ. ഒറ്റയ്ക്ക് പൂച്ചനെ ഭയങ്കര പേടിയാണ്. ഒറ്റയടിക്ക് പറയാൻ ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ ഒറ്റയടിക്ക് പറയാതിരുന്നത്. ഇത് പതുക്കെ പറഞ്ഞു വരാൻ നേരത്ത് ഓലും മണ്ടും ചെയ്തു, ഓല് പേടിച്ചും ചെയ്തു. എന്നിട്ട് അറബി എന്താ വെച്ചാൽ ഇവരൊക്കെ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ക്യാറ്റുള്ളിൽ കയറി, അതാണ് പ്രശ്നം, അതാണ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ അയാൾ ചിരിച്ചായി. ഇതിപ്പോൾ ഈ ഒരു കുഞ്ഞി പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് കൊലപ്പാട് ആർത്ത് നിലവിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു ഇപ്പോൾ അയാൾക്കും അറിയില്ല. എന്തായാലും ഇന്നലെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പേടിയാണ്. പോലീസും പുറത്ത് നിന്നിട്ട് ആർത്ത് നിലവിളിച്ചിരുന്നു പുറത്ത് കണ്ടിട്ട്. ഇങ്ങോട്ട് പാസ് ചെയ്യും പറ്റുങ്ങൾ എന്താ വെച്ചിട്ട് നമ്മളെ കാലിൻ്റെ കൂട്ടിൽ നിന്ന് വേറൊരു മനുഷ്യൻ കണ്ണുമ്പത്തിന് നമ്മളപ്പോൾ ഒരു പ്രത്യേക തരം നമ്മളവിടുത്തെ പൂച്ച ഇറ്റങ്ങൾ എത്ര ആട്ടിയാലും പോകില്ലേ, എങ്ങനെ ആട്ടിയാലും പോകില്ല. ആയിട്ടിങ്ങനെ അടുത്തേക്ക് വരും. ആദ്യമൊക്കെ പേടി, ഇപ്പോൾ ആയിട്ടുള്ള ശീലമായി. ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ശരി ലെവലാക്കി എടുത്തപ്പോൾ ഇപ്പം എനിക്കത് വലിയ പേടിയില്ല കേട്ടോ. എനിക്കും പൂച്ചനെ പേടി. പണ്ട് വീട്ടിലൊരു പൂച്ച ഉണ്ടായപ്പോൾ ഞാനതിനെ നോക്കിയാലെങ്കിൽ ഇത് ഫുഡ് കൊടുക്കുക ഒന്നും ചെയ്യൂല. ഞാൻ ദൂരം ഇങ്ങനെ കാണാനല്ലാതെ അത്രയ്ക്ക് പേടിയില്ല ആളെന്ന് ഞാൻ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പിന്നെ പൂച്ചനെ പേടിയാണ് മാറി. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കലും അല്ലെങ്കിൽ നമ്മളങ്ങനെ നോക്കലൊക്കെ ആയപ്പോൾ അതിൻ്റെ പേടിയൊക്കെ മാറി. എന്തായാലും ഇവർക്ക് ഇന്നലെ നല്ലൊരു പണി കിട്ടിയ കുഞ്ഞൊരു കുട്ടിക്കാരൻ. അതുകൊണ്ട് എന്താ ജോലിയൊക്കെ അവിടെ നിന്നൊക്കെ തലയിക്കായി. അതപ്പം ഉണ്ടായത് ലാസ്റ്റ്. മറ്റോളുണ്ടായിരുന്നു, ഇതിന് പിന്നെ വയ്യല്ലോ. മറ്റോൾ കുറച്ച് നേരം ആർപ്പൊക്കെ കഴിഞ്ഞു, നോർമലായി പ്രശ്നമില്ല. പക്ഷേ ഇതിനാണ് ആകെ പ്രശ്നം, ഇടങ്ങാറ്. റബ്ബേ പാവം. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അതന്നെ
അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഗർഭിണിയാകുമ്പോൾ പേടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇവിടെ നമ്മളെ നാട്ടിലത്തെ നേരെ വിപരീതമാണ്. ഇവിടെ മഗ്‌രിബിക്ക് നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങൂല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ബാങ്ക് കേട്ടിട്ടാക്കാരോ എവിടേക്കെങ്കിലും പോകണത്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ അങ്ങനെ യാതൊരു നോട്ടവും ഇല്ല. ഗർഭിണികൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പോകണം, അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നം ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് സമാധാനമുണ്ട്. എല്ലായിടത്തും നോക്കണോടത്താണ് കുറച്ച് അസുഖങ്ങളും ഇതും കൂടുതൽ. ഇങ്ങനെ എല്ലാവർക്കൊന്നും ഉണ്ടാവില്ല. ഇനിയും എന്തായാലും മുത്തുമണികൾ എത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഉണ്ടായ ചിരി ലാസ്റ്റ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ പെരും ചിരി അതും ഇതൊക്കെ ഇരുന്നിട്ടത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടായ ശരിയാവും. ഇക്കോലം ഒരു കുഞ്ഞൊരു കുട്ടീനെ കണ്ടിട്ടൊക്കെ ഇക്കോലം പ്രശ്നം ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങളൊക്കെ തന്നെ ഉള്ളു കുരിപ്പുകളെന്ന് പറഞ്ഞു. ഞാൻ മലയാളത്തിൽ അങ്ങനെ ഓരോന്ന് അതും ഇതും പറയും. പക്ഷെ ഇങ്ങനെ അഞ്ച് മൂത്തോക്കി ചെറിച്ചും ചിരിച്ചൈറ്റങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളു മുത്തുമണികളെ. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ.